നമസ്കാരം ചക്രവാണി സാറേ. നമസ്കാരം. എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? ഓ കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. പിന്നെ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. എന്താ മോളേത്, ഒരാഘോഷത്തിന് വീട് ഇങ്ങനെയാണോ? അതിന്റെ ഒരു അനക്കമൊന്നും ഇല്ലല്ലോ സാധന. അത് പിന്നെ അച്ഛന് തീരെ വയ്യാതിരിക്കല്ലേ. സിഹിയില്ലാത്തത് കൊണ്ട് റാമും വിഷമത്തിലാ. പ്രസാദമായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛാ, വേറൊന്നുമില്ല. ഇത്രയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നക്ക് ഒരു കോഫി തരാൻ പറ്റിയില്ലേ? രാവിലെ മുതൽ കോഫി എന്ന് പറഞ്ഞ് കാത്തു മടുത്ത് ഞാൻ. നോക്ക്, എനിക്കും ചക്രവാണിക്കും പോയി 2 സ്ട്രോങ് കോഫി എടുത്തുകൊണ്ടുവാ. അച്ഛന്റെ കോഫി നേരത്തെ തന്നുവിട്ടതാണല്ലോ. എനിക്കോ? ഇല്ലല്ലോ മോളെ. അച്ഛാ, ഇതെന്താ ഇത്? അല്ല, ഡ്രിങ്ക്സ് ബ്രേക്ക് ആണ്, കോഫി കുടിക്കാൻ സമയം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അച്ഛനെ കൊണ്ട് തന്നത്. കോഫി വന്നോ? ഇല്ലല്ലോ, ഞാൻ കുടിച്ചിട്ടില്ല. നിങ്ങൾ കോഫി കുടിച്ചതാണ് അച്ഛാ, പക്ഷെ അത് മറന്നുപോയതായിരിക്കും. അല്ല സീത, സാധന, നിങ്ങളുടെ മുമ്പിൽ നിന്നല്ലേ ഞാൻ കോഫി കൊണ്ടുപോയത്? ഞാൻ പറഞ്ഞല്ലേ അച്ഛനെ ഞാൻ കൊണ്ട് കൊടുത്തോളാന്ന്. അതെ മുത്തശ്ശ, വിശ്വചെറിയച്ഛന്റെ കയ്യിലാണ് ഞാൻ കൊടുത്തുവിട്ടത്. അതെ അച്ഛാ. ഇറ്റ്സ് ഓക്കെ, മുത്തശ്ശൻ മറന്നാവും, അത് കുഴപ്പമില്ല. എന്ത് നശിച്ച മറവിയാ, കോഫി കുടിച്ചു പോലും ഓർമ്മ കിട്ടുന്നില്ല. പോട്ടെ, ചക്രവാണി സാറിന് മുഷിപ്പാകണ്ട. വന്ന കാര്യം നോക്കിയാലോ. മേമ, നിങ്ങൾ എന്തായാലും എല്ലാവർക്കും കോഫി കൊണ്ടുവരുമല്ലോ, അപ്പോ മുത്തശ്ശൻ ഒരു കോഫി എടുക്കാമോ? മധുരം വേണ്ട കേട്ടോ. ചക്രവാണി സാറേ, പേപ്പേഴ്സ് എല്ലാം റെഡിയായോ? പേപ്പേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. എന്താ മോളെ സീത, ഇന്ന് ലോയറിനെ വിളിച്ചെന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല മുത്തശ്ശ. വാണി അവളുടെ ആസ്തിയെല്ലാം രാമന്റെ പേരിൽ എഴുതിയത്. രാമന്റെ സ്വത്തിൽ നിനക്കും അവകാശം വേണമെന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എനിക്കെന്തിനാ? ഇതെന്താ മോളെ ഇപ്പൊ ഇങ്ങനെ? നിന്റെ അവകാശം ഇത്, വേണ്ടെന്ന് പറയരുത്. റാമിന്റെ പേരിലാണെന്ന് പറയുമ്പോ അത് നമ്മുടേതല്ലേ. ഈ ഫോർമാലിറ്റീസ് ഒക്കെ എന്തിനാ? അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല സീത. ഇത് വെറും ഒരു ഫാമിലി ഫോർമാലിറ്റി മാത്രമല്ലേ. 2 പേർക്കും ഈക്വൽ പാർട്ണർഷിപ്പ് ഉണ്ടാവണം. അതെ അതെ, രാമു പറയുന്നതിലൊരു കാര്യമുണ്ട്. സൈൻ ചെയ്തേക്ക് സീത. ഇത്രയ്ക്ക് ആലോചിക്കാൻ മാത്രം എന്താ ഉള്ളേ? അവന്റെ അമ്മ വാണിയുടെ ആഗ്രഹം ഇതായിരുന്നു. നിന്റെ പേരിലേക്ക് ആക്കിയ അവക്കൊരു സമാധാനം കിട്ടും. വന്ന് സൈൻ ചെയ്യ പ്ലീസ്. അമ്മയ്ക്ക് വേണ്ടി നിനക്കൊന്ന് സൈൻ ചെയ്തൂടെ? എനിക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്നെ വല്ലാതെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. വാണിയമ്മയ്ക്ക് സമാധാനമാവുമെങ്കിൽ ഞാൻ സൈൻ ചെയ്തോളാം. സീതയുടെ പേരിലേക്ക് സ്വത്ത് മാറ്റുന്നത് വളരെ നല്ല കാര്യമല്ലേ? അതിൽ നമ്മൾ സന്തോഷിക്കണ്ടേ? അല്ല സാധന, എനിക്കിതിൽ എന്തോ ഒരു സംശയമുണ്ട്. ഭാർഗവി അവക്ക് ലാഭമില്ലാത്ത ഒരു കാര്യം ചെയ്യില്ല സാധന. സീതയ്ക്ക് നല്ലത് ചെയ്യണമെന്നുള്ള ഉദ്ദേശം ഒരു കാരണവശാലും ഇതിനകത്തില്ല. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്താ? ഈ സ്വത്ത് കൈമാറ്റ ചടങ്ങുണ്ടല്ലോ, അതവരുടെ ഹണിമൂൺ കഴിഞ്ഞു വന്നിട്ടാക്കാൻ എന്തെങ്കിലും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നാളെ ലോയർ വന്നു കഴിഞ്ഞാൽ സീത ആ പേപ്പേഴ്സിലൊന്നും ഒരു കാരണവശാലും ഒപ്പിടാൻ പാടില്ല. അല്ല ഏട്ടാ, സീതയ്ക്ക് നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ, കേട്ടല്ലോ? ഏട്ടാ, സീതേ, കോഫി.
പ്രിയ, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. എല്ലാ പ്രോബ്ലംസും പ്രഗ്നൻസി റിലേറ്റഡ് ആണെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. അത് കോമൺ ആണ്. ബട്ട് യു ആർ നോട്ട് പ്രഗ്നന്റ് യെറ്റ്. പ്രിയ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെ. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഗോൾ. രണ്ടുപേരും നല്ല ചെറുപ്പമാണ്, സമയമുണ്ട്. സോ ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. ഞാൻ 1-2 ടെസ്റ്റുകൾ എഴുതി തരാം, അതൊന്ന് ചെയ്തു നോക്ക്. ഓക്കെ. അതുപോലെ ഞാൻ ഇവിടെ റെഫർ ചെയ്യുന്ന ചില ഡോക്ടേഴ്സിനെ ഒന്ന് മീറ്റ് ചെയ്ത് ചില ടെസ്റ്റുകളൊക്കെ നടത്തിയേ പറ്റൂ. ഡോക്ടർ, ടെസ്റ്റ് എന്ന് പറഞ്ഞാ എന്തിനുള്ളതാ? ചെറിയ ചെറിയ കാഷ്വൽ ടെസ്റ്റുകളാ. പിന്നെ പ്രിയ, താൻ ചില ഡയറ്റൊക്കെ ഒന്ന് ഫോളോ ചെയ്യേണ്ടി വരും. ആൻഡ് യു ഷുഡ് സ്റ്റേ കാം. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പ്രഗ്നൻസി ടൈമിലാണ് ഹെൽത്തി ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. ബട്ട് ഇഫ് യു സ്റ്റാർട്ട് ഇറ്റ് ബിഫോർ, അത് ഒരുപാട് നല്ലതാണ്. പ്രിയ, കോറിഡോറിലെ മദർഹുഡ്സിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കോട്സ് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് പൊക്കോ. അശോക്, പ്രിയെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. എന്ത് ഡൗട്ടാണ് ഡോക്ടർ? ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് റിഗാർഡിംഗ് പ്രഗ്നൻസി, ബട്ട് അവൾ ഒരുപാട് ഇമോഷണൽ ആയതുപോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ മെറ്റേണിറ്റി റിലേറ്റഡ് മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ. ഞാൻ മെൻഷൻ ചെയ്യുന്ന ഡോക്ടറെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. എനി പ്രോബ്ലം? അത് ഞാൻ പറഞ്ഞല്ലോ, ഐ എം നോട്ട് ഷുവർ നൗ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഹെർ. ആൻഡ് ഈ ഡോക്ടറിനെ എന്തിനാ മീറ്റ് ചെയ്യുന്നുള്ള കാര്യം അവളോട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവരെ പോയി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഓക്കെ. കൊണ്ടുപോകണം. എന്താ എങ്ങനെ പറയുന്നത്? എന്ത് പ്രോബ്ലം ആയിരിക്കും? പ്രിയ ഓൾറെഡി ഈ കാര്യത്തിൽ ടെൻഷനാണ്. ശരി, ഇറങ്ങട്ടെ. Yeah, sure. നോക്കാം. മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ. ദീസ് തിങ്സ് ആർ കോമൺ. ഞാനിപ്പോൾ പേടിച്ച പ്രിയ എന്ത് ചെയ്യും? അയ്യോ, സോറി. അയ്യോ, നശിച്ചു, എല്ലാം നശിച്ചു. ഒളിമ്പിക്സിന്റെ ഫൈനൽ വരെ എത്തിയിട്ട് അവസാനം ഡിസ്ക്വാളിഫൈഡ് ആയ അവസ്ഥയായല്ലോ ദൈവമേ. എന്താ സാധനം ഇത്? സോറി അച്ഛാ. നോക്കി വരണ്ടേ മോളെ? പ്രധാനപ്പെട്ടൊരു കാര്യം നടക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയൊക്കെ വേണം. കണ്ടോ, ആ പേപ്പറൊക്കെ നനഞ്ഞില്ലേ? മനഃപൂർവ്വം ചെയ്തതല്ല അച്ഛാ. സാധന മനഃപൂർവ്വം ചെയ്തതാണോ അല്ലാതെ ചെയ്തതാണോ എന്നറിയില്ല. ബട്ട് എല്ലാം തീരുമാനമായി. ആഗ്രഹങ്ങളിൽ ചൂടുവെള്ളം കോരി ഒഴിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കോഫി ഒഴിക്കുന്ന പോലെ ആയിപ്പോയി. ഭാർഗവി ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമായതിനെ സാധന. ഇനി ഈ കാര്യം ഞാൻ ഭാർഗവിയോട് ഞാൻ എങ്ങനെ പറയാ? അയ്യോ, അശോക്, ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. കാര്യം എന്താന്ന് പറ. സീക്രട്ടാ? സീക്രട്ടാ. അച്ഛനാകാൻ എന്താ പേടിയാണോ? എന്തിനെതിരെ വൈകിക്കുന്നെന്ന് പറഞ്ഞ് ചൂടായി. ചൂടായോ? നീ അവിടെ വേണമായിരുന്നു, സന്തോഷായാനെ. ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ വലിയ ലെക്ചർ എടുക്കാൻ വരുമല്ലോ. കിട്ടിയെങ്കിൽ നന്നായി പോയി. ആ ഭർത്താവിന് വഴക്കേട്ടെന്ന് അറിഞ്ഞപ്പോ സന്തോഷിക്കുന്നോ? എന്ത് രാക്ഷസിയാണ് നീ. അതെ അതെ. അശോക്, നമുക്ക് കുറച്ച് പെയിന്റിങ്സ് ഒക്കെ വാങ്ങി വീട്ടിൽ ഹാങ് ചെയ്ത് വെക്കണം.
ഈ കുഞ്ഞു കുഞ്ഞു ബേബി ഫോട്ടോ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ കൺസീവ് ആയി കഴിഞ്ഞിട്ട് വാങ്ങി വെക്കാം. ഓക്കെ? ആകട്ടെ മഹാറാണി, ആജ്ഞ പോലെ. ഇപ്പൊ പോയാലോ? അശോക്, ആ ഡോക്ടറെ കാണാൻ എപ്പോഴാ പോകുന്നേ? പോകാം. ആദ്യം ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കട്ടെ. ആ, അവരും ഗൈനക്കോളജിസ്റ്റ് ആണോ? മേ ബി. ഇപ്പൊ നമുക്ക് പോവാം. ബാ, ലേറ്റ് ആയി. ആ, ഓക്കെ ഓക്കെ. എന്റെ ബാഗ് ഞാൻ എടുത്തോണ്ട് വരാം. നടക്ക്. എക്സ്ക്യൂസ് മീ മാം, നിങ്ങൾ അകത്തേക്ക് ചെന്നോളൂ. താങ്ക് യു. ഹലോ മാം, ഐ എം ചാന്ദിനി. യെസ്, പറയൂ. ഡോക്ടർ, ഞാനിവിടെ ഒരു ചെക്കപ്പ് നടത്താൻ വേണ്ടി വന്നതല്ല. പിന്നെ എനിക്ക് ഒരു ഇൻഫർമേഷൻ വേണമായിരുന്നു, അതിനു വേണ്ടി വന്നത്. ചോദിച്ചോളൂ, എന്താ കാര്യം? അത് ഈ ലെറ്ററിൽ നിങ്ങളുടെ അഡ്രസ് ഉണ്ട്. ഈ ലെറ്റർ എഴുതിയത് ആരാണെന്ന് എനിക്കറിയാൻ പറ്റുമോ? സീത. സീത എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അവരെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോ അവൾ എവിടെയാ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തന്നാ അത് വലിയ ഹെൽപ്പായിരിക്കും. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനാവില്ല. ബട്ട് വൈ? നോക്ക്, ഇതൊരു പ്രൈവറ്റ് മാറ്ററാണ്. നിങ്ങളോട് ഇതെനിക്ക് ഡിസ്കസ് ചെയ്യാനാവില്ല. സോറി. ബട്ട് ഡോക്ടർ, ഇതെനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സീത എവിടെയാ ഉള്ളതെന്ന് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. അവളെ കണ്ടെത്താൻ ഞാൻ എത്ര വർഷമായിട്ട് അന്വേഷിക്കണമെന്ന് അറിയോ? പ്ലീസ് ഡോക്ടർ, ഹെൽപ്പ് മീ. നോക്ക്, എനിക്ക് ഒരു ഇൻഫർമേഷൻസും തരാനാവില്ല. യു മേ ഗോ നൗ. Doctor, please, I can totally understand. But Sita is very close to me. She's more than like a family. But അവളിപ്പോ എവിടെയുള്ളത്, എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല. പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അവള് നിങ്ങളുടെ എത്ര ക്ലോസ് ആണെങ്കിലും ബന്ധുവാണെങ്കിലും ഒന്നും അവളെക്കുറിച്ച് ഒന്നും എനിക്ക് പറയാനാവില്ല. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും അവരുടെ ഹിസ്റ്ററിയും എപ്പോഴും കോൺഫിഡൻഷ്യലാ. ആൻഡ് ഇറ്റ്സ് അവർ പ്രൊഫഷണൽ എത്തിക്സ്. ഓക്കെ ഡോക്ടർ, നോ പ്രോബ്ലം. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ലെറ്റർ എഴുതിയ സീത അത് തന്നെയാണെന്ന് പറയാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ, ഇപ്പൊ വരെ താൻ അയാളോട് വളരെ ക്ലോസ് ആയെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ ഫോട്ടോ കാണിച്ച് എന്നോടത് കൺഫേം ചെയ്യാൻ പറയുന്നു. വാട്ട് യു തിങ്ക് ഓഫ് മീ? ഡോക്ടർ, നിങ്ങൾ കരുതുന്ന പോലെയൊന്നും ഇല്ല. ജസ്റ്റ് ലിസൺ ടു മീ. നിന്നെ പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിവിടെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. യു മേ ഗോ നൗ. ഡോക്ടർ പ്ലീസ് ഡോക്ടർ. ഐ സെഡ് പ്ലീസ്. ഒന്ന് കൺഫേം ചെയ്താൽ മാത്രം മതി. സെൻഡ് മീ ദ നെക്സ്റ്റ് പേഷ്യന്റ്. ഇവരുടെ സ്വത്തൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നെ ഇൻസൾട്ട് ചെയ്തല്ലേ? ഹൗ ഡെയർ ഈസ് ഷീ? സർ, സോറി റാം. അച്ഛ സോറി. അത് ഇവിടെ അറിയാതെ തട്ടിയതാ. ഓക്കെ മേമ, മനഃപൂർവ്വം ചെയ്തൊന്നുമല്ലല്ലോ. അത് കുഴപ്പമില്ല. ക്ഷമിക്കണം ചക്രവാണി സാറേ, നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിച്ചു. കുഴപ്പമില്ല സാർ. പക്ഷെ ഇനി പേപ്പർ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഈ പേപ്പേഴ്സ് എല്ലാം ഇനിയും റെഡിയാക്കണം. പക്ഷേ ഈ ആഴ്ച എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്ങനെ എന്റെ ഏട്ടൻ പറഞ്ഞ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ ഭാർഗവി എന്നെ ഏൽപ്പിച്ച കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞ രൗദ്രാവതാരം എടുക്കും. അവള് എന്താ ഇപ്പൊ ചെയ്യാ? ഒരു കുഴപ്പമില്ല. എൻ്റെ കൊച്ചുമക്കള് ഹണിമൂണിന് പോവുക. അത് കഴിഞ്ഞിട്ട് നടത്തിയാൽ മതി. ഇത് കണ്ടില്ലേ, ഒരഷ്ടമി ഒരാഘോഷമില്ലാതെ പോകുന്നേ. അടുത്ത അഷ്ടമിക്ക് നടത്തുന്ന ആഘോഷത്തിന്റെ കൂടെ നമ്മുടെ വീട്ടിലെ തൊട്ടിലെ ഒരു കൊച്ചു കൃഷ്ണനും കൂടി ഉണ്ടായിരിക്കും. മുത്തശ്ശൻ ഈ കാര്യം എന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? ഇതെന്താ മുത്തശ്ശൻ ഇതേ വിഷയം എടുത്ത് ഇവിടെ സംസാരിക്കുന്നത്? അങ്ങനെ ആവട്ടെ സാറേ. എന്റെ കൊച്ചുമോന്റെ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കാനാ ഈ ജീവൻ ഇപ്പോഴും ബാക്കി നിർത്തിയത്.
ഡിയർ. കെയർഫുൾ. താങ്ക് യു ഡിയർ ഡോക്ടർ ശ്യാമങ്കിൾ. എനിക്ക് ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാ. പക്ഷെ ഇവിടെ ആരും ഇല്ല എന്റെ കൂടെ കളിക്കാൻ. നിങ്ങൾ എന്റെ കൂടെ കളിക്കുവോ? Why not? Sure. Yeah! Come on. സീതാരാമന്മാർക്കിടയിൽ ഒരു കൃഷ്ണൻ ജനിക്കാന്ന് കേൾക്കുന്നത് തന്നെ മനസ്സിന് വലിയ സന്തോഷം തോന്നുന്നു. എന്നാ ഞാൻ ഇനി പേപ്പേഴ്സ് എല്ലാം കൂടി ഒന്നുകൂടെ റെഡിയാക്കിയിട്ട് വരാം. ആവട്ടെ, പോയിട്ട് വാ. മുത്തശ്ശ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ? കുട്ടിയുടെ കാര്യം ഇപ്പൊ പറയേണ്ട ആവശ്യമുണ്ടോ മുത്തശ്ശ? നീ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഏയ് 3, 2, 1 ഓട്. ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വാ. സീത, മുത്തശ്ശ, മുത്തശ്ശനും മുത്തശ്ശിയൊന്നുമില്ല. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കുന്നത് എന്റെ അനന്തരാവകാശിയുടെ കാര്യം കേട്ടിട്ടാവും. മുത്തശ്ശ, കുഞ്ഞുങ്ങളെ എന്തെങ്കിലും സ്വിച്ചിട്ട് പോലെ ഉണ്ടാക്കാൻ പറ്റുമോ? എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആദ്യം മുത്തശ്ശൻ ആ ഹെൽത്ത് നോക്കി മതിയാക്കി. നീ ഇതെന്താ കാണിക്കുന്നേ? ഞാൻ എത്ര നാള് കാത്തിരിക്കണം? എന്റെ അനന്തരാവകാശിയുടെ കാര്യം അറിയുന്നത് പോലെ എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട. അല്ല, ഇപ്പൊ എന്തൊക്കെയാ മുത്തശ്ശി സംസാരിക്കുന്നേ? ആദ്യം മുത്തശ്ശന്റെ ആരോഗ്യം ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം പിന്നെ. ഓ, എന്താ ഹീറോയെ പോലെ എന്റെ സംരക്ഷണത്തിന് വന്നതാണോ? കല്യാണം കഴിഞ്ഞ് ഒരു ഹണിമൂണിന് പോയില്ല, അവൻ എന്റെ ആരോഗ്യം നോക്കാൻ വരിക. ഏയ്, ഞാൻ പറഞ്ഞത് കേക്ക്, ഇതെന്റെ ഓർഡറാ. നിങ്ങൾ ഹണിമൂണിന് പോയേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും കേൾക്കാറില്ലല്ലോ. ശ്യാം, look at this. ഈ ഡിസൈൻ ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ? നമ്മുടെ ബാൽക്കണി നമുക്ക് ഇതുപോലെ ഒന്ന് റിനോവേറ്റ് ചെയ്താലോ? ശ്യാം, നീ എന്താ സ്വപ്നം കാണുവാണോ? ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. സോറി ശാലു, ഞാൻ വേറെന്തോ ആലോചിച്ചിരിക്കുവായിരുന്നു. എന്താ ഇത്ര ആലോചിക്കാൻ? ഞാൻ പറഞ്ഞിരുന്നല്ലോ സിഹി, അവളെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. മതി ശ്യാം, നിന്റെ പേഷ്യൻസിന്റെ കഥ ഈ വീട്ടിലേക്ക് കേട്ടണ്ട പ്ലീസ്. ഏയ്, അവൾ എന്റെ വെറും പേഷ്യന്റ് മാത്രമല്ല. പിന്നെന്താ നീ ഇതിന് വെറുതെ ഓവറാക്കുന്നേ? ശാലിനി, യു ഷുഡ് മീറ്റ് ഹർ വൺസ്. എത്ര ക്യൂട്ടാന്നറിയോ? നീയും എന്നെ പോലെ ആവും. എനിക്ക് ആരെയും ഒന്നും കാണണ്ട. ശാലിനി, എന്താണെന്നോ, സിഹിയെ കണ്ടപ്പോ തൊട്ട് നമുക്കൊരു കുഞ്ഞിനെ വേണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം പോലെ. ഹേയ്, ഷാൽ വി അഡോപ്റ്റ്? കുട്ടിയെ അഡോപ്റ്റ് ചെയ്താലോ? ഏയ്, നിനക്കെന്ത് ഭ്രാന്തുണ്ടോ? എന്താ ഈ പറയുന്നേ? സിഹിയെ അഡോപ്റ്റ് ചെയ്യണമെന്നോ? അവൾക്ക് എന്താ അച്ഛനും അമ്മയില്ലേ? അവര് വിട്ടുതരും അവളെ? ഹേയ്, നോ 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 നോ, ഞാൻ അതല്ല പറഞ്ഞേ. സിഹിയെ അഡോപ്റ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞേ. എനി ചൈൽഡ്. പക്ഷേ നമുക്കൊരു കുഞ്ഞ് വേണം, പ്ലീസ്. നോ ശ്യാം, വേറെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ എന്റെ കുഞ്ഞിനെ പോലെ വളർത്താൻ എനിക്ക് കഴിയില്ല. മറ്റൊരാളുടെ എന്ന് കരുതണ്ട, ഒരു കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞായിട്ട് വളർത്താം. അതല്ലെങ്കിൽ നമുക്കിനി സമയമുണ്ട്, നമുക്കൊരു കുഞ്ഞിന്റെ കാര്യം നോക്കാം. സ്റ്റോപ്പ് ഇറ്റ് ശ്യാം, എത്ര തവണ പറയണം നിന്നോട് എനിക്കത് ഇഷ്ടമല്ലെന്ന്? വീണ്ടും വീണ്ടും അതേ ടോപ്പിക്ക് പറഞ്ഞ് മൂഡ് അപ്സെറ്റ് ചെയ്യുന്നത് എന്തിനാ? അറ്റ്ലീസ്റ്റ് നമ്മളെന്ന് ആ കുഞ്ഞിനെങ്കിലും വളർത്തണമായിരുന്നു. നീ ഒരു കാലത്ത് മാറാൻ പോകുന്നില്ല. എല്ലാം ഞാനൊന്ന് മറക്കണമെന്ന് ആഗ്രഹിച്ചാലും വീണ്ടും വീണ്ടും അത് കൊണ്ടുവരുന്നത് എന്തിനാ? നീ ഒരു പീഡിയാട്രീഷ്യൻ ആവരുതായിരുന്നു ശ്യാം. ദിവസം ഓരോ കുഞ്ഞുങ്ങളെ കണ്ടുവന്നിട്ട് നമുക്കും അതുപോലെ ഒരു കുഞ്ഞ് വേണമെന്ന് അങ്ങ് പറഞ്ഞോളൂ വെറുതെ. എനിക്ക് മടുക്കുന്നുണ്ട് ശരിക്കും. കാനഡ തന്നെ നിന്നാ മതിയായിരുന്നു.
ഇന്ത്യയിലേക്ക് വരണ്ടായിരുന്നു. അത് സാരില്ല സാർ. എന്ത് സാരമില്ലെന്ന് ഇതൊക്കെ വീണ്ടും ഓർമ്മിപ്പിച്ചത് നീയാ ശ്യാം. എന്റെ കുട്ടികളില്ലാതെ ജീവിക്കാനാവില്ലേ? ലോകത്ത് എത്രയോ ഭാര്യ ഭർത്താക്കന്മാര് കുട്ടികളില്ലാതെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമുക്കും ജീവിച്ചൂടെ അങ്ങനെ? ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്. എന്തു പറ്റി? Are you guys fighting? ആരെങ്കിലും എന്തെങ്കിലും പറ. എന്തു പറ്റി? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ചാന്ദിനി. റാം, മുത്തശ്ശൻ എന്താ അങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്റെ ഡിസിഷൻ എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതല്ലേ. സിഹ അല്ലാതെ എനിക്ക് വേറൊരു കുഞ്ഞിനെ വേണ്ട. എല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ? എനിക്കെന്തോ പേടി തോന്നുന്നു. സീത, എനിക്കെല്ലാം മനസ്സിലാവും. പ്ലീസ് റിലാക്സ്. റാം, എനിക്ക് എങ്ങനെ അങ്ങനെ നിൽക്കാൻ കഴിയാ? അവരുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ. റാം, ഞാൻ കല്യാണ സമയത്തെ എല്ലാം പറഞ്ഞതാണ്. സിഹി മാത്രമാണ് എന്റെ മകള്. വേറെ ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് എന്റെ ഫൈനൽ ഡിസിഷൻ. ഒരു അമ്മയുടെ മനസ്സിൽ കൂടെ എന്തൊക്കെയാ പോകുന്നതെന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല റാം. ഞാൻ ഈ വീട്ടിലേക്ക് ഒറ്റയ്ക്കല്ല വന്നത്. സിഹിയും എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തരുന്ന സ്നേഹത്തിൽ കുറവ് വന്നാ എനിക്കത് സഹിക്കാൻ കഴിയും. പക്ഷേ സിഹിക്ക് കിട്ടേണ്ട സ്നേഹം അവൾക്കത് കിട്ടിയേ പറ്റൂ. അതിലെന്തെങ്കിലും കുറവുണ്ടായി എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഈ വീട്ടുകാർക്കൊക്കെ അവളെ ഇഷ്ടമാണ്, വലിയ സ്നേഹം അവളോട്. പക്ഷേ മുത്തശ്ശൻ ഇന്നിങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ എനിക്കത് വിഷമായി റാം. കല്യാണ സമയത്ത് ഞാനെല്ലാം ക്ലിയർ ആയി പറഞ്ഞതല്ലേ. എന്നിട്ടും എന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചേ? എന്റെ ഡിസിഷൻ എന്താന്ന് അവരോട് ക്ലിയർ ആയി പറഞ്ഞതല്ലേ. പറഞ്ഞതാണ് സീത. പക്ഷെ എനിക്കിപ്പോ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, സിഹി നിന്റെ മോള് മാത്രമല്ല, നമ്മുടെ മകളാണ്. റാം, റാം.